എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആ ഒരു ബ്രസീലിൻ്റെയും പോർച്ചുഗലിൻ്റെയും വേൾഡ് കപ്പ് ക്യാമ്പയിന് ഇന്നലത്തോടു കൂടി എൻഡ് ആയിരിക്കുകയാണ്. ബ്രസീലിന് നോർവേക്കെതിരെയാണ് മത്സരം എന്നുണ്ടെങ്കിൽ പോർച്ചുഗലിന് സ്പെയിനിനെതിരെയാണ് മത്സരം. ആ രണ്ട് മത്സരങ്ങളും പോർച്ചുഗലാണെന്നുണ്ടെങ്കിൽ 1-0 എന്നുള്ള ആ ലാസ്റ്റ് മിനിറ്റിൽ എക്സ്ട്രാ ടൈമിലുള്ള ഇഞ്ചുറി ടൈമിലുള്ളൊരു ഗോളിലാണ് പോർച്ചുഗൽ ആ ഒരു തോൽവി വാങ്ങിക്കൊടുത്തത്. ബ്രസീലിനെതിരെ നോർവേ അടിച്ചത് 2 ഗോളുകളാണ്. അതിനുശേഷം ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ബ്രസീലിന് വേണമെന്നുണ്ടെങ്കിൽ ആ കളി ജയിക്കാവുന്നതേ ഉള്ളായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. പക്ഷേ നോർവേൻ്റെ ആ ഒരു ടാക്ടിക്സ് തീർച്ചയായിട്ടും നമ്മൾ അത്ഭുതപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇതിൽ എടുത്ത് പറയുന്ന സംഭവം ഇനി ബ്രസീലും പോർച്ചുഗലൊക്കെ അടുത്ത വേൾഡ് കപ്പ് കളിക്കും. പക്ഷേ റൊണാൾഡോയും നെയ്മറൊക്കെ അടുത്ത വേൾഡ് കപ്പ് കളിക്കൂല എന്നുള്ളതാണ് ഇതിലൊരു സങ്കടം എന്ന് പറയുന്നത്. എന്തായാലും റൊണാൾഡോ റിട്ടയർമെൻ്റ് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു കളിക്ക് ശേഷം ബ്രസീലിൻ്റെ കളിക്ക് ശേഷം നെയ്മർ ഔദ്യോഗികമായിട്ടും കണ്ട് ബ്രസീലിൽ നിന്ന് റിട്ടയർ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 3 ഗോഡ്സിൻ്റെ, അതായത് നെയ്മറിൻ്റെയും മെസ്സിൻ്റെയും റൊണാൾഡോൻ്റെയും ലാസ്റ്റ് ഡാൻസ് ആണല്ലോ ഈ ഒരു 2026 വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. അതിൽ 2 പേരും ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ്. റൊണാൾഡോനെ സംബന്ധിച്ചിടത്തോളം റൊണാൾഡോക്ക് ഏകദേശം 41 വയസ്സായി. ഇനി അടുത്ത വേൾഡ് കപ്പിലേക്കൊക്കെ വരുമ്പോൾ ഏകദേശം 4 കൊല്ലം കഴിയുമ്പോൾ റൊണാൾഡോൻ്റെ ഏജ് പറയുന്നത് ഏകദേശം 44-45 വയസ്സായിരിക്കും. അപ്പോൾ അടുത്ത വേൾഡ് കപ്പിലൊന്നും റൊണാൾഡോ ഉണ്ടാകുകയാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ഫസ്റ്റ് ലെവലിൽ പോലും കാണാൻ കഴിയില്ല. മേ ബി റൊണാൾഡോ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഉണ്ടാകുന്നുള്ളത്. മിക്ക ചാൻസും ഒരു 98% റൊണാൾഡോ അടുത്ത വേൾഡ് കപ്പിലൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ 2 ടീമും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം ഈ 2 ടീമിൻ്റെയും വേൾഡ് കപ്പ് സാധ്യതകളെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രസീലിനെക്കാട്ടിലും കൂടുതൽ സാധ്യത, അതായത് ഞാൻ തന്നെ മുൻപ് ചെയ്ത വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പോർച്ചുഗലിനെയാണ് ടോപ്പ് 3 ഇത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടീമിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ആ ഒരു മിഡ്ഫീൽഡ് ഹോൾഡൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് യൂട്ടിലൈസ് ചെയ്യാൻ ആ ഒരു റോബർട്ടോ മാർട്ടിനസിന് കഴിയും എന്നുള്ളത് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് നമ്മൾ ഈ ഒരു വേൾഡ് കപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്ത് തേങ്ങയാണ് മൂപ്പര് അത്രയും വലിയ സ്കോഡ് കിട്ടിയിട്ട്, ഇത്രയും നല്ലൊരു സ്കോഡ് കിട്ടിയിട്ട് മൂപ്പർക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല. ഈ മൂപ്പർക്ക് പിന്നെ എന്ത് തേങ്ങയാണ് തെളിയിക്കാനുള്ളത്? ഈ ഒരു സ്പെയിനിനെതിരെയുള്ള മത്സരം കഴിഞ്ഞിട്ട് മൂപ്പരെ ഈ ഒരു പോർച്ചുഗൽ ഒഴിവാക്കിക്കണം. അപ്പോൾ അതിന് ശേഷം വന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്, മൂപ്പര് ഒഫീഷ്യലായിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഒരു വേൾഡ് കപ്പിൽ പോർച്ചുഗൽ കളിച്ച ഏറ്റവും മികച്ച കളിയാണല്ലോ സ്പെയിനിനെതിരെ. അപ്പം അതാണ് ഈ ഒരു കളിയെ നമുക്ക് മാക്സിമം പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ മൂപ്പരത്തുനിന്ന് എന്നുള്ളതാണ്. മൂപ്പരെന്നെ പറഞ്ഞു ഇതാണ് മികച്ച കളി, എവിടെ മികച്ച കളി, ഒരു ടോപ്പ് ഫിനിഷിങ് പോലും ഇല്ല, ആ ഒരു മിഡ്ഫീൽഡ് ഡോമിനേറ്റ് ചെയ്യണോ അതുമില്ല. അതായത് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ എന്നുള്ള ഇതിലാണ്. അതായത് പ്രൈം ബെൽജിയത്തിനെ ഇതാക്കിയ ഇയാളെ ഇങ്ങനെ ഈ ഒരു പോർച്ചുഗലെ കൈകാര്യം ചെയ്യുന്നുള്ള ആ ഒരു ചോദ്യം എന്തുകൊണ്ടും അർത്ഥവത്തായതാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുകയില്ല. അപ്പോൾ എപ്പോഴാരും മാച്ചിലേക്ക് പോകുന്നില്ല. നമ്മൾ ആദ്യം തന്നെ ബ്രസീൽ വേഴ്സസ് നോർവേ മത്സരം നോക്കാം. ഈ ഒരു ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കളി എന്ന് പറയുന്നത് ഹാലൻഡിനെ പൂത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ കുറേ ആളുകൾ മെഗല്ലസ് വേഴ്സസ് ഹാലൻഡ്, മെഗല്ലസ് നല്ല ഈ ഹാലൻഡിനെ പൂത്താൻ പറ്റിയ പ്ലെയറാന്നൊക്കെ പറയുമ്പോഴും പ്രീമിയർ ലീഗത്തെ സ്റ്റാറ്റ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ മെഗല്ലസിനെതിരെയൊക്കെ ഹാലൻഡ് നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യുന്ന ടീമാണ്. അതായത് ആഴ്സണലിനെതിരെ സിറ്റി നല്ല സ്കോർ ചെയ്യുന്ന ക്ലബ് തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴും സത്യത്തിൽ ഈ ഒരു ബ്രസീലിനെ ഒരു 100%, അതായത് ബ്രസീൽ കളിക്കേണ്ട കളി ഈ ഒരു നോർവേ കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ബ്രസീൽ വേഴ്സസ് നോർവേ എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും ചെറിയ ടീം അല്ലെങ്കിൽ അണ്ടർഡോഗ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നോർവേ ആണ്. ഈ ഒരു വലിയ ടീമിനെതിരെ ചെറിയ ടീം കളിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയ ടീമിൻ്റെ നമ്മൾ കളിക്ക് ശേഷം ചെറിയ ടീം ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കളിക്ക് ശേഷം നമ്മളത് ഒരു പൊസിഷനൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഏകദേശം 40 അല്ലെങ്കിൽ 35 ആ ലെവലാവും ഉണ്ടാകുക. പക്ഷേ ഈ ഒരു ഇതിൽ പൊസിഷൻ വരെ ഔട്ട് ക്ലാസ് ചെയ്തു ഈ ഒരു ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. പന്ത് പോലും കിട്ടാത്ത ആ ഒരു തരത്തിലാണ് നോർവേൻ്റെ ആ ഒരു കളി നടന്നിട്ടുണ്ടായിരുന്നത്. ഐവറി കോസ്റ്റിനെതിരെയുള്ള നോർവേൻ്റെ കളി കാണുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പെർഫോമൻസ് നോർവേ നടത്തുന്നുള്ളത് പോലും പ്രഡിക്റ്റബിൾ അല്ല. ആ ഒരു ടാക്ടിക്സ് എന്ന് പറയുന്നത്, അതായത് സാവധാനം പന്ത് പാസിട്ട് അതായത് ഓരോ പാസിനും നല്ല രീതിയിൽ തന്നെ ടൈം കൺസ്യൂം ചെയ്തിട്ടാണ് ഓരോ പാസും പോകുന്നത്. ഇങ്ങനത്തെ ടാക്ടിക്സ് നമ്മൾ മുൻപ് എവിടെയും കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ ബ്രസീലിൻ്റെ ഈ ഒരു തോൽവിക്ക് കാരണം ഒന്നാമത് ആ ഒരു സ്റ്റാർട്ടിങ് ലെവലിൽ വന്ന ഒരു മാറ്റമാണ്. അതായത് ലുക്കാസ് പക്കേറ്റിനെ നമ്മൾ എന്തൊക്കെ പറയുമ്പോഴും മൂപ്പര് ഒരു മിഡ്ഫീൽഡർ ആയിരുന്നു. ആ ഒരു മിഡ്ഫീൽഡറിൻ്റെ ക്വാളിറ്റി ആ ഒരു മിഡ്ഫീൽഡിൽ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നിയ സംഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ 10-11 മിനിറ്റിൽ തന്നെ ബ്രസീലിനൊരു പെനാൾട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പെനാൾട്ടിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ
എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ അഭിപ്രായം തന്നെയാവും. അതായത് ആ ഒരു പിച്ചിൽ അപ്പം ബ്രസീലിൻ്റെ പിച്ചിലുണ്ടായിരുന്ന പ്ലേയേഴ്സിൽ ഏറ്റവും ആ പെനാൾട്ടി എടുക്കാൻ അർഹമായ താരം എന്ന് പറയുന്നത് എന്തുകൊണ്ട് വിനീഷ്യസ് ജൂനിയർ ആണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗൊയ്മറസ് ഒക്കെ ന്യൂകാസ്റ്റിൽ പെനാൾട്ടി എടുക്കലുണ്ടാകാം, പക്ഷേ ഇവിടെ അത്രയും ബിഗ് സ്റ്റേജസിൽ പെനാൾട്ടി അടിച്ച് ആ ഒരു പ്രഷർ കൈകാര്യം ചെയ്യാനുള്ളത്, ഈവൻ ആ ഒരു പെനാൾട്ടി മിസ്സാക്കിയാൽ പോലും തുടർന്ന് കളിക്കാൻ ആ ഒരു കെൽപ്പ്, ആ ഒരു മെൻറ്റാലിറ്റി നിലനിർത്താൻ കഴിയുന്ന ഒരു പ്ലെയറിനാണ് നമ്മളതിൽ ചൂസ് ചെയ്യുക എന്നുള്ളത്. ഈ വിനീഷ്യസ് അത് അടിക്കുമ്പോൾ ഞാൻ പറയുന്നില്ല 100% അത് ഗോളാകും എന്നുള്ളത്, ചിലപ്പോൾ അത് പോകും. പക്ഷേ വിനീഷ്യസ് ആ ഒരു പെനാൾട്ടി പുറത്തടിച്ച് വിചാരിച്ചൊന്നും തളരുന്ന ഒരു പ്ലെയർ അല്ല. പക്ഷേ ബ്രൂണോ ഗൊയ്മറസിൻ്റെ നേരെ മറിച്ചായിരുന്നു. ഗൊയ്മറസ് ആ ഒരു പെനാൾട്ടി ടേക്ക് ചെയ്യപ്പോൾ, അതായത് പെനാൾട്ടി ആ ഒരു പിച്ചിൽ വിനീഷ്യസ് ജൂനിയറും ഗൊയ്മറസും നിൽക്കണം കണ്ടപ്പോൾ, അതായത് വിനീഷ്യസ് ജൂനിയറാണ് ആ പന്ത് മുറിച്ച് ആദ്യം നിന്ന്, ആ ഒരു നിപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി വിനീഷ്യസ് അല്ല പെനാൾട്ടി എടുക്കാൻ പോകുന്നുള്ളത്. അങ്ങനെ ഗൊയ്മറസാണ് വന്നത്. ഈവൻ മാർട്ടിനെല്ലി ആണെങ്കിൽ പോലും നമുക്ക് അവിടെ സാധ്യത കൽപ്പിക്കുന്നു. ഗൊയ്മറസിൻ്റെ അടുത്ത് നമ്മൾ ഞാൻ 100% മിസ്സാവുന്ന തന്നെയാണ് പ്രതീക്ഷിച്ചത്. അതുപോലെ തന്നെ മിസ്സായും ചെയ്ത ഒരു പെനാൾട്ടി എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു പെനാൾട്ടി മിസ്സായത് പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ ഈ ഒരു പെനാൾട്ടി മിസ്സാക്കിയത് മൂപ്പര ആ ഒരു കളിയിൽ മൂപ്പര എത്ര നേരം കളിച്ചോ അതുവരെ അത് അലട്ടിയെന്നാണ്. ആ ഒരു ബ്രസീലിന് ആ ഒരു മിഡ്ഫീൽഡ് ഒന്നും ഡോമിനേറ്റ് ചെയ്യാൻ കഴിയില്ല. മിഡ്ഫീൽഡിലെ താരം എന്ന് പറയുന്നത് മാർട്ടിനെല്ലി, ബ്രൂണോ ഗെയ്മറസ്, കാസമീറോക്ക് പൂർണ്ണമായിട്ടും ഡിഫെൻസീവിൽ കളിക്കണം. കാരണം ഹാലൻഡ് ഉണ്ട് അവിടെ, ആ ഒരു ഹാലൻഡിനെ പൂത്തേണ്ട ഒരു കാര്യം. ഇവിടെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു സംഭവം ഇല്ല എന്നുള്ളതാണ്. ഇപ്പം മാർട്ടിനെല്ലി നന്നായി കളിച്ചു എന്ന് പറയുമ്പോഴും മാർട്ടിനെല്ലി കളിച്ചത് ഒരു മിഡ്ഫീൽഡറിൻ്റെ കളിയാണെന്നുള്ളതാണ് ചോദ്യം. ഇനിയിപ്പോൾ ആ ഒരു ഫസ്റ്റ് ലെവലിൽ ഡാനിയിലോ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നെയ്മറിനെ തന്നെ ഫസ്റ്റ് ലെവലിൽ ആക്കിയാൽ പോലും ഈ ഒരു കളി എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകുമായിരുന്നു ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ്. അവിടെ ആൻസലോട്ടിക്ക് തെറ്റി പറ്റി എന്നുള്ളതാണ്. അതായത് നമ്മൾ കണ്ടല്ലോ മിക്ക ടൈമിലും ചില ഇപ്പോൾ ആൻസലോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഹാഫിലൊരു മൂഞ്ചിയ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ടീമാണെങ്കിലും ആൻസലോട്ടി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ടീമിനെ മാറ്റും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. ആ ഒരു കളി അങ്ങനെ പോയി. നമ്മളെല്ലാവരും എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു കരുതിയപ്പോഴാണ് ഹാലൻഡിൻ്റെ ആ ഒരു ഹെഡർ ഗോൾ വരുന്നത്. അതിനുശേഷം ആ ഒരു ഹെഡർ ഗോൾ വന്നപ്പോൾ തന്നെ ഈ ഒരു ബ്രസീലിൻ്റെ ഡിഫൻസിൻ്റെ ഒക്കെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ തന്നെ ആ ഒരു ഇതിൽ തന്നെ പിന്നെയും ഗോളുകൾ വരാൻ തുടങ്ങി എന്നുള്ളതാണ്. ആ ഒരു ഗോൾ സെക്കൻഡ് ഗോളൊക്കെ ഹാലൻഡിൻ്റെ ഒരു അങ്ങനെയൊക്കെ ഹാലൻഡിന് ആ ഒരു മാർക്കിന്യോസ്, ഗബ്രിയേൽ ആ ഡിഫൻസിനെതിരെ അടിക്കാൻ കഴിയുന്നുള്ളത് അറിഞ്ഞിട്ട് തന്നെയാണ് അത്രയും നേരം നമ്മൾ ആ ഒരു ലാഗിങ് വന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഇതൊക്കെയാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്. ഇപ്പോൾ സ്ട്രൈറ്റ് 7 വേൾഡ് കപ്പിലാണ് ബ്രസീൽ ഈ ഒരു ഫൈനൽ കാണാതെ, കപ്പടിക്കാതെ ഈ ഒരു ബ്രസീൽ ഈ ഒരു വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതോടുകൂടി നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കളിക്ക് ശേഷം ഒരു ജനറേഷൻ അവസാനിച്ചു എന്നുള്ളത് വേണമെങ്കിൽ പറയാം. കസമിറോ, അതുപോലെ തന്നെ നെയ്മർ, മാർക്കിന്യോസ്, അലിസൺ ബെക്കർ, ഇവരൊന്നും ഇനി അടുത്ത വേൾഡ് കപ്പ് കളിക്കുമ്പോൾ ഉണ്ടാവില്ല. അടുത്ത വേൾഡ് കപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത് വേറൊരു ബ്രസീലിനാവും എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമ്മൾ രണ്ടാമത്തെ പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ മത്സരം വരുമ്പോൾ പോർച്ചുഗലിൻ്റെ ആ ഒരു വേൾഡ് കപ്പിൻ്റെ സാധ്യതകളൊക്കെ ഞാൻ ഓൾറെഡി അവസാനിപ്പിച്ച, അതായത് പോർച്ചുഗൽ അധികം മുന്നോട്ട് പോകില്ല എന്നുള്ളത് എനിക്ക് തോന്നി തുടങ്ങിയ സംഭവം എന്ന് പറയുന്നത് ആ ഒരു കൊളംബിയക്കെതിരെ ഡ്രോയോട് കൂടിയാണ്. അതായത് സത്യത്തിൽ പോർച്ചുഗലിന് ആ ഒരു മത്സരം വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു അർജന്റീനയുടെ സൈഡിലേക്ക് പോയിങ്ങാണ്ട് കൊളംബിയൻ്റെ ആ ഒരു പൊസിഷനിൽ നിന്നുങ്ങാണ്ട് കയറി വരെയായിരുന്നു. അതായത് ഗാന, സ്വിറ്റ്സർലാൻഡ്, അതിനുശേഷം ആ ഒരു ഇതിലേക്ക് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം മാത്രം അർജന്റീനയെ നേരിടേണ്ട ഒരു ഇതിലേക്ക് വന്നതായിരുന്നു. പക്ഷേ അവിടെ കൊളംബിയ തന്നെ നല്ല രീതിയിൽ തന്നെ ഡോമിനേറ്റ് ചെയ്ത് കളിച്ചു. അവിടെ തന്നെ ഈ ഒരു ടഫ് സൈഡിലേക്കാണ് പോയത്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് പോർച്ചുഗലിലേക്ക് വന്നപ്പോൾ ക്രൊയേഷ്യനോടാണ് ഏറ്റുമുട്ടേണ്ടത്. ക്രൊയേഷ്യനോട് ലാസ്റ്റ് വരെ പൊരുതിയിട്ട് 2-1 എന്നുള്ള ഒരു സ്കോറിന് ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, ഒരു കംബാക്ക് വിജയം നേടാൻ കഴിഞ്ഞു. പിന്നെ മുൻപോട്ട് പോകുമ്പോൾ സ്പെയിനാണ്, ഇനി അത് കഴിഞ്ഞ് പോകുമ്പോൾ ബെൽജിയത്തിനാണ് കിട്ടുക. അതും കഴിഞ്ഞ് പോകുമ്പോൾ ഫ്രാൻസ് അല്ലെങ്കിൽ മൊറോക്കോനെയൊക്കെ ഒരു മുന്നിൽ വരാൻ പോകുന്ന ടീം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പ്രഷറൊന്നും ഈ ഒരു പോർച്ചുഗൽ ടീമിന് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. അതായത് ആ സ്ക്വാഡ് വൈസ് നോക്കുമ്പോൾ ഫ്രാൻസിനെ വരെ അടിച്ചിടാനുള്ള ടീമൊക്കെ പോർച്ചുഗൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ടാക്ടിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബ്രൂണോ ഫെർണാണ്ടസ് ഒക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കാണിക്കുന്നതിന് ഒരു 10% പോലും ഈ ഒരു പോർച്ചുഗലിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു വിറ്റീനെ സംബന്ധിച്ചിടത്തോളം അതാണ് പറയാനുള്ളത്, നെവസിനെ സംബന്ധിച്ചിടത്തോളം അതാണ് പറയാനുള്ളത്. അതായത് ഈ ഒരു വേൾഡ് കപ്പിലെ ടോപ്പ് ക്ലാസ് മിഡ്ഫീൽഡാണ് അവരെ സ്ക്വാഡിൽ ഉണ്ടായിരുന്നത്, അതുപോലും യൂട്ടിലൈസ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ച് പറയുമ്പോൾ ആസ് ഒരു ഫുട്ബോൾ കാണുന്ന ഒരാൾക്ക് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിന് പേരിൽ കമൻറ്റിൽ ഇതാക്കാനൊക്കെ ഉണ്ട്. അതായത് ഈ ഒരു പോർച്ചുഗലിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഈ ഒരു
റൊണാൾഡോനെ മാറ്റിയ ഒരു പക്ഷേ കുറച്ചുകൂടി കളി പോർച്ചുഗലിന് കിട്ടുമായിരുന്നു എന്നുള്ളതാണ്. അതായത് റൊണാൾഡോനെ ഇതാക്കി പറയല്ല, അതായത് അവിടെ ഗോൺസാലോ റോമോസ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു യുവതാരമാണ് അവിടെ കളിക്കാനിറങ്ങുന്നത്. അതുപോലെ തന്നെ ഇപ്പം റൊണാൾഡോനെ സംബന്ധിച്ചിടത്തോളം 41 വയസ്സായി. പണ്ടത്തെ മാതിരി റൊണാൾഡോ ഒരു ഡ്രിബിളൊന്നും ചെയ്യണം നമ്മൾ ഈ ഒരു വേൾഡ് കപ്പിൽ കണ്ടിട്ടില്ല. പിന്നെ 2 ഗോൾ എന്ന് പറയുന്നു ആ ഒരു പർട്ടിക്കുലർ ആ ടാപ്പിറ്റ് ഗോളുകളാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ഒരു വേൾഡ് കപ്പിലുടനീളം റൊണാൾഡോ അത്ര വലിയ മികച്ച പെർഫോമൻസ് ഒന്നും നടത്തിയെന്നും നമുക്ക് പറയാൻ പറ്റില്ല. 3 ഗോൾ അടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും എന്നുള്ളത്. അപ്പോൾ ഞാൻ കരുതിയത് ഈ ഒരു സ്പെയിനെതിരെ വരുമ്പോൾ ഗോൺസാലോ റോമോസിന് ആ ഒരു സ്റ്റാർട്ട് കൊടുക്കുന്നുള്ളതാണ്. എന്നിട്ട് ഏകദേശം 25ാമത്തെ മിനിറ്റിലൊക്കെ റൊണാൾഡോനെ ഇറക്കിയാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു റൊണാൾഡോനെ സ്റ്റാർട്ടിൽ ഇറക്കി എന്നുള്ളത് തന്നെ അവിടെ ഒരു ഫാൾട്ട് പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ റോബർട്ടോ മാർട്ടിനസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു എക്സിറ്റ് ഒന്നും മൂപ്പർക്ക് വലിയ വിഷയമൊന്നുമില്ല. മൂപ്പരെ രാജ്യമല്ല, മൂപ്പര് 2 രാജ്യങ്ങളെ ഊമ്പിച്ച് വിട്ടുകൾ. ഇപ്പോൾ ഒന്ന് ബെൽജിയം, ഇനി പോർച്ചുഗൽ, ഇനി അടുത്തത് ആരാണോ ഇയാളെ സൈൻ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ അത്രയും ആ ഒരു ബെൽജിയത്തിൻ്റെ പ്രൈം സ്ക്വാഡിനെ എടുത്തുകൊണ്ട് അത്രയും കാട്ടിക്കൂട്ടിയൊരു മുതലിനെ എങ്ങനെയാണ് പോർച്ചുഗലിൻ്റെ ആ ഒരു ഫുട്ബോൾ അസോസിയേഷൻ എങ്ങനെയാണ് ഈ ഒരു നാഷണൽ ടീം ഇത്ര ധൈര്യത്തിൽ ഏൽപ്പിച്ചത്? അതായത് പോർച്ചുഗലിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും മികച്ചൊരു ടീമാണ് ഇപ്പോൾ പോർച്ചുഗലിനുള്ളത്. വിറ്റീനിയ, ബ്രൂണോ ഫെർണാണ്ടസ്, ക്രിസ്ത്യാനോ റൊണാൾഡോ, റാഫേൽ ലിയാവോ, ഇതൊക്കെ പറയുമ്പോൾ റൂബൻ ഡിയാസ്, വെയ്ഗ, ഇവരൊക്കെ നല്ല രീതിയിൽ, ന്യൂനോ മെൻഡസ്, ഇങ്ങനെ എത്ര താരങ്ങളാണ് ഈ ഒരു യൂറോപ്പിൽ നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയേഴ്സാണ് ആ ഒരു സ്ക്വാഡിലുള്ളതെന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും അവർക്കൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. ഈവൻ ഇതൊന്നും ഇല്ലാത്തപ്പോൾ പോലും അവർ സെമി ഫൈനലൊക്കെ കളിച്ചിട്ടുണ്ട്. ഈ ഒരു വേൾഡ് കപ്പിൽ സെമി ഫൈനൽ എന്തായാലും കളിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു ടീമാണ് പോർച്ചുഗൽ. ഇവൻ ഞാനൊരു ബ്രസീൽ ആരാധകനാണ്. ബ്രസീൽ എന്തായാലും സെമി ഫൈനലിൽ എത്തൂല എന്നുള്ളത് എനിക്ക് മനസ്സുകൊണ്ട് അറിയുന്ന കാര്യമാണ്. ഞാൻ നിങ്ങളോടൊക്കെ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണെന്നുള്ളതാണ്. അങ്ങനെ സംഭവം സ്പെയിനിന് സംഭവം നല്ല രീതിയിൽ തന്നെയാണ് ഒരു മത്സരം കളിച്ചത്. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ചാൻസസ് ഒക്കെ ഉണ്ട്, പക്ഷേ അങ്ങനെ ഓപ്പൺ ചാൻസസും കിട്ടിയില്ല. പക്ഷേ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ 15 മിനിറ്റിനുള്ളിൽ ആ ഒരു ഓയർസബാലിന് കിട്ടിയ ഒരു ചാൻസ് ഒക്കെ തന്നെ വലിയൊരു ചാൻസായി കണക്കാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ പോർച്ചുഗലിൻ്റെ ആ ഒരു പോസ്റ്റിലേക്ക് ഫസ്റ്റ് ഹാഫിൽ ഗോൾ വരാക്കാൻ കാരണം ഒന്ന് റൂബൻ ഡിയാസ് ആണ്, മറ്റേത് ആ ഒരു റൂയി കോസ്റ്റയാണ്, പിന്നെ ആ ഒരു വെയ്ഗയാണ്, ഈ ഒരു ന്യൂനോ മെൻഡസും. അതിനുശേഷം അവരില്ലാന്നുണ്ടെങ്കിൽ പോർച്ചുഗൽ ഈ ഒരു വേൾഡ് കപ്പിൽ ഒരു കളിയെങ്കിലും ഇതിന് മുൻപ് തോറ്റിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഇന്ന് അർജൻറ്റീനൻ്റെ കളിയുണ്ട്. പല ആളുകളും അർജൻറ്റീനൻ്റെ തോൽവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും. എനിക്ക് തോന്നുന്നത് ഇന്നും അർജൻറ്റീന ജയിക്കും. അങ്ങനെ ഒരു സെമി ഫൈനൽ വരെ എന്തായാലും അർജൻറ്റീന ഉണ്ടാവും എന്നുള്ളതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടെ